തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. മാതാപിതാക്കളും അമ്മയുടെ സഹോദരനും പോലീസ് കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെയാണ് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ആദ്യം. സാധ്യത കുറവാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. 3 പേരും കസ്റ്റഡിയിലുണ്ട്. കറക്റ്റായിട്ട് കുട്ടിയുടെ അച്ഛനമ്മ പിന്നെ ഒരു സഹോദരനുണ്ട്, അമ്മയുടെ സഹോദരൻ. ഇത്രയും പേരാണ് ഇത്രയും പേരാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കുട്ടി നേരിട്ട് കിണറിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. ബലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ജി നാഥ് ചേരുന്നുണ്ട്. ഗോകുല, അടിമുടി ദുരൂഹതയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ബാലരാമപുരത്തു നിന്ന് കേൾക്കുന്നത്. കുട്ടിയുടെ മരണത്തെ തുടർന്ന് അച്ഛൻ, അമ്മയുടെ സഹോദരൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? പോലീസ് ഇവരുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അവസാനിച്ചുവോ? ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദേവേന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് അയൽവാസികളെ മൊഴിയെടുക്കുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ അവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിൽ കുഞ്ഞ് രാവിലെ 5 മണിയോടുകൂടി കരഞ്ഞതായി അമ്മ പോലീസിന് ആദ്യം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ആ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് മൊഴി നൽകി പോയവർ അങ്ങനെ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടില്ല. രാവിലെ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ തന്നെ ഈ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീടുകളൊക്കെ തന്നെ വീട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒരു കുട്ടി കരയുകയാണെങ്കിൽ അടുത്തുള്ള വീട്ടുകൾക്ക് കേൾക്കാവുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ അവിടെ അങ്ങനെ കുഞ്ഞ് കരഞ്ഞതായിട്ട് അയൽവാസികൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. എന്തായാലും ഇപ്പോൾ അമ്മയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാക്കി 2 പേരെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇപ്പോൾ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. ബാക്കി 2 പേരെയും ഉടൻ തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീയെ മാറ്റിയിരുത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ പോലീസിന് നൽകിയ മൊഴികളിലും ഈ വൈരുദ്ധ്യം പ്രകടമാണോ? നാട്ടുകാർ ആദ്യം പറഞ്ഞതും ഈ അമ്മ ഒക്കെ ആദ്യം നാട്ടുകാരോട് പറഞ്ഞതുമായ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പോലീസിനോട് പറയുന്ന കാര്യങ്ങളിലും ഈ വൈരുദ്ധ്യമുണ്ടോ നിലവിൽ? മധു, തീർച്ചയായും ഈ വൈരുദ്ധ്യങ്ങൾ വളരെ പ്രകടമാണ്. ആദ്യം തന്നെയുള്ള ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാര്യം ആദ്യം അമ്മ തന്നെ പറയുന്നത് അച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ പോയതെന്ന്, അച്ഛൻ പറയുന്നു അമ്മയ്ക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയതെന്ന്, അതേപോലെ സഹോദരനൊപ്പമാണ് എന്നുമുള്ള വാദങ്ങൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള കുട്ടി 3 പേരോടൊപ്പം ഉറങ്ങിയെന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൊഴി മാറ്റുന്നുണ്ട്. ഇത് പോലീസിനടുത്തെത്തുമ്പോഴും ഇത്തരത്തിൽ മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ആദ്യം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീടിന് തീ പിടിച്ച കാര്യങ്ങളിൽ അത് എങ്ങനെയെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ട്. എന്തായാലും കൂട്ട ആത്മഹത്യക്കുള്ള ശ്രമം നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പോലീസ് അത് ഉറപ്പിക്കുന്നുണ്ട്. ഈ കുരുക്കിട്ടതിലും അതുമായി ബന്ധപ്പെട്ടും ഈ ആത്മഹത്യക്കുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. മറിച്ച് അത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇത് ആര് എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ അമ്മയിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സ്ത്രീക്ക് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ശ്രീജിത്ത് ഒരുമിച്ചായിരുന്നില്ല താമസം. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എത്തിയപ്പോഴാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളതും. അങ്ങനെ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ അമ്മയിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീളുന്നതെന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ ഈ അയൽവാസികളെ കേന്ദ്രീകരിച്ചുള്ള അയൽവാസികളുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അമ്മ പറയുന്ന കാര്യങ്ങളിലെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ നാട്ടുകാർ തന്നെ വ്യക്തമായി തന്നെ പോലീസ് പറയുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ സ്ത്രീ പറയുന്നതിൽ വലിയ മൊഴി വൈരുദ്ധ്യങ്ങളുണ്ട്. അതിൽ കുട്ടി കരഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് അയൽവാസികൾ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ കുട്ടി കരയുന്ന കരച്ചിൽ കേട്ടിട്ടില്ല. ഈ കിണറിനോട് ചേർന്ന് ഒരല്പം മാറി വീടുകളുണ്ട്. അവിടെയുള്ളവരെയാണ് ഇപ്പോൾ പോലീസ് നെയ്യാറ്റിൻകര പോലീസ് എത്തി ചോദ്യം ചെയ്തിട്ടുള്ളത്. ഡിവൈഎസ്പി അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 പേരെയാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഈ യുവതിയുടെ സഹോദരൻ മാനസിക വൈകല്യം നേരിടുന്ന വ്യക്തിയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ദുരൂഹതകൾ നീക്കാൻ പോലീസിന്റെ ചോദ്യം ചെയ്യൽ സഹായകരമാകും. അതിനുശേഷം ഔദ്യോഗികമായ വിശദീകരണം കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണത്തിൽ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ എൻക്വയറി നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കമ്മീഷൻ അതിന് വേണ്ട നടപടി സ്വീകരിക്കാനായിട്ടുള്ള തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതാണിപ്പോൾ ആരംഭഘട്ടത്തിൽ നമുക്കിത് മാത്രമേ ഇപ്പോൾ പറയാനായിട്ട് കഴിയുന്നുള്ളൂ. എന്തായാലും മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് പലരും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും സോമോട്ടം നമ്മൾ അതിനകത്തൊരു കേസെടുത്ത് അതിനകത്തുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്.
അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനായിട്ട് കമ്മീഷൻ അതിനകത്ത് ഇടപെടുന്നത്. ഗോകുൽനാഥിലേക്ക് വീണ്ടും പോവുകയാണ്. ഗോകുൽ, എന്തുകൊണ്ടാണ് അമ്മയെ മാത്രമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്? പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കാമോ? മധു, ഇത്തരത്തിൽ ഈ മൊഴിയിലെ വൈരുദ്ധ്യം തന്നെയാണ് അമ്മയിലേക്ക് പോലീസ് എത്തുന്നത്. കാരണം ഈ നാട്ടുകാരോട് ആദ്യം പറഞ്ഞ വിവരങ്ങളിൽ വലിയ മൊഴി വ്യത്യാസമുണ്ട്, അതുപോലെ പോലീസിന് നൽകിയ മൊഴികളിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്മയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അത് മുൻപ് മുത്തശ്ശിയെ പോലീസ് ഒഴിവാക്കിയിരുന്നു. മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ, മുത്തശ്ശിക്ക് വ്യക്തമായ ധാരണകളില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് മുത്തശ്ശിയെ ഒഴിവാക്കി. പക്ഷേ ഈ യുവതി പറയുന്ന കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ മൊഴി വ്യത്യാസമുണ്ട്. അച്ഛനൊപ്പമാണ് ഉറങ്ങാൻ കിടന്നതെന്ന് പറയുന്നു, അതേപോലെ തന്നെ അമ്മാവനൊപ്പമാണെന്ന് പറയുന്നു. തനിക്കൊപ്പം കുട്ടി കിടന്നു എന്നുള്ള കാര്യത്തിൽ യുവതി ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് കുട്ടി അച്ഛനൊപ്പമാണെന്നുള്ള കാര്യത്തിലും അതേപോലെ അമ്മാവനൊപ്പമായിരുന്നുള്ള കാര്യത്തിൽ രണ്ട് തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അയൽവാസികളോട് താൻ ശുചിമുറിയിൽ പോകുന്ന സമയത്ത് കുട്ടി കരയുന്ന ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. അത് അയൽവാസികൾ തിരസ്കരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല. ഈ സമയത്ത് 5 മണിയോട് അടുപ്പിച്ച സമയത്ത് തൊട്ട അയൽവാസികൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇവരാരും ഈ ശബ്ദം കേട്ടതായി പോലീസിന് നൽകിയ മൊഴികളിലില്ല. ഇപ്പോൾ ഈ തൊട്ട അയൽവാസികൾ ഇപ്പോൾ മൊഴി നൽകി പോയിട്ടേ ഉള്ളൂ. അവർ തിരിച്ചു പോയി. എന്തായാലും ഇവർ നൽകിയ മൊഴികളിൽ ഈ വലിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, യുവതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. വലിയ സാമ്പത്തിക ബാധ്യത യുവതിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ആ സാമ്പത്തിക ബാധ്യത കുടുംബത്തിലെ ഒന്നടങ്കം ആത്മഹത്യയിലേക്ക് നയിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത പോലീസ് ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെ ദുരിതത്തിലായിരുന്നു. അതേപോലെ തന്നെ ഈ കുടുംബ ബന്ധവും യുവതിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. കാരണം ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരുന്നു. ഈ യുവാവ് ഒരുമിച്ചായിരുന്നില്ല താമസം. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് വീട്ടിൽ വരികയും അതേപോലെ തന്നെ യുവതിക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകൾ, മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ യുവതി നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അറിയാൻ സാധിക്കും. ഇത് ഈ കൊലയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവർ തന്നെയാണോ പ്രതി എന്നുള്ള കാര്യത്തിലും വ്യക്തതകളൊന്നുമില്ല. പക്ഷേ എന്തായാലും പോലീസ് ഇതിൽ ആദ്യം തന്നെ ഉറപ്പിക്കുന്നത്, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ പോലീസ് ഉറപ്പിക്കുന്നത് ഇതൊരു കൊലപാതകം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. പക്ഷേ അത് ആര് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ പ്രാഥമികമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിലൊരു കൊലപാതകം എന്നുള്ള കാര്യത്തിൽ എത്താൻ സാധിക്കും എന്നുണ്ടെങ്കിലും ഇത് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്തായാലും അത് ഗോകുൽനാഥാണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യുവതിയുടെ മൊഴിയിലെ വൈരുദ്ധ്യത്തിൽ പോലീസ് കേന്ദ്രീകരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.